എങ്ങനെയാടാ പ്ലസ് ടുക്കാരൻ ചെക്കാൻ നീ എൻ്റെ ഹൃദയത്തിൽ കൂടിയേ? എത്ര ശ്രമിച്ചതാ ഞാൻ നിന്നെ മനസ്സിൽ നിന്ന് പടിയിറക്കാൻ. നീ ഇറങ്ങിയും പോയില്ല, ഇറക്കി വിടാൻ എനിക്കും പറ്റിയില്ല. എന്നിട്ടിപ്പോൾ ഒരു 22കാരൻ്റെ ഡയലോഗിന് മുന്നിൽ നീ തോറ്റുപോയോടാ. സോ നടന്നതൊന്നും തേപ്പായിരുന്നില്ല മീര. ആരങ്ങനെ പറഞ്ഞാലും ഞാനങ്ങനെ പറയില്ല, താനും അങ്ങനെ പറയണ്ടടോ. അച്ചോടാ. അവൾ മുഖം പൊത്തി ജനൽ വഴി പുറത്തേക്ക് നോക്കി. ദേ നോക്കി നിൽപ്പുണ്ട് ഒരാൾ കളിയാക്കാൻ തയ്യാറായി. ഡോ എന്ന് കേട്ടതും അവൾ കണ്ണ് മുറുക്കി അടച്ചു. എന്നോടൊന്നും ചോദിക്കല്ലേ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ, ചോദിക്കുന്നില്ല. വേട്ടക്കാരൻ പുഞ്ചിരിച്ചു. പെട്ടെന്നൊരു മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടവൾ കയ്യിലെ ഫോണിലേക്ക് നോക്കി. ഊർമിള ആൻറ്റി. ഹായ്. അവൾ ഞെട്ടിമിഴിച്ചു. മറുപടി കൊടുക്കണോ? ഷിഫോൺ സാരി ഇടുപ്പിൽ കറക്കി കുത്തി അന്നാ സിമന്റ് തിട്ടയിൽ ആൻറ്റി ഇരിക്കുന്ന കാണുമ്പോൾ എത്ര ഭയന്നതാ. പക്ഷെ ആൻറ്റി നല്ല ചില്ലായിരുന്നില്ലേ. ഹായ് ആൻറ്റി. അവൾ തിരിച്ചയച്ചു. മോൾക്ക് സുഖമാണോ? ഉടനെ വന്നു മറുപടി. സുഖം ആൻറ്റി. ആൻറ്റിക്കോ? കാലെങ്ങനെയുണ്ട്? അതൊക്കെ അങ്ങനെ പോണു. മോളിപ്പോൾ എവിടെയാ? കോളേജ് ഹോസ്റ്റലിലാ. അവിടെ എന്താ? ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് ആൻറ്റി. ആണോ? എന്നാ നടക്കട്ടെ. പിന്നെ മെസ്സേജ് ഒന്നും വന്നില്ല. എന്നാലും ആൻറ്റി എന്തിനാ മെസ്സേജ് ചെയ്തേ? ഇനി മാത്യു അങ്കിൾ എന്തെങ്കിലും പറഞ്ഞു കാണോ? ഷോ, ആൻറ്റി എന്താ വിചാരിച്ച് കാണാം? എന്നതാടി ഒളിച്ചു നിന്നൊരിളി. എവിടെന്നോ തെന്നിത്തെറിച്ച് ഓടി വന്നിരുന്നു ഒഷീൻ. മീര ചിരിമറച്ച് ബെഡിൽ വലിഞ്ഞു കയറി. ഒഷീൻ സംശയത്തോടെ ഇരുത്തി നോക്കി ബെഡിൽ കിടന്ന ഫോൺ എടുത്തു. എൻ്റെ അള്ള, ഇത് ചത്തോ? സമാധാനം. മീര കളിയാക്കി. ഒഷീൻ ഫോൺ കുലുക്കിയും ബാറ്ററി ഊരിയിട്ടും നോക്കുന്നുണ്ടായിരുന്നു. അശ്വതി ബെല്ലടിച്ചും നോക്കി. ബെല്ല് കേൾക്കുന്നുണ്ട്. ചത്തിട്ടില്ലടി. അപ്പൊ പിന്നെ നിന്റെ വീട്ടുകാർ ചത്തോ? എന്ത് ആടിയേ? ദേ നോക്ക്, ഇതുവരെ ഒരു കോൾ പോലും വന്നിട്ടില്ല. ഇനി നീ വല്ലോം കലക്കി കൊടുത്തോടി. ശാപം. മീര പുതപ്പ് മൂടി. പുതപ്പിനുള്ളിൽ ആരും കാണാതെ ഫോൺ തുറന്നു. ഗ്യാലറി തുറന്ന് സൂം ചെയ്തു. ரொம்ப ക്യൂട്ടില്ല. വേട്ടക്കാരൻ എത്തി നോക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇപ്പോൾ കാണണ്ട. അവൾ തിരിഞ്ഞു കിടന്നു. ഗ്രാഫ് തിയറി അസൈൻമെന്റ് കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവച്ചിട്ട് തിരികെ ക്ലാസ്സിലേക്ക് നടക്കുകയായിരുന്നു മീര. എന്തോ സംശയം തോന്നിയവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. തൊട്ട് പിന്നിൽ ആൻറ്റോ. എനിക്ക് സംസാരിക്കണം, നീ കേട്ടേ പറ്റൂ. പുച്ഛത്തിൽ മീര തിരിഞ്ഞു നടന്നു. എടി മമ്മിയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലടി. അവൻ കൂടെ ഓടി. നിക്കടി. അവൾ കേട്ട ഭാവം കാണിച്ചില്ല. ഡി മീരേ. മീര ചത്തു. മുറുമുറുത്തവൾ വേഗം കൂട്ടി. ആൻറ്റോയും ഒപ്പം സ്പീഡ് കൂട്ടി. കാര്യം പറയാൻ വരുമ്പോൾ മാത്രം നിനക്കെന്നതാടി ഒരു ഏനക്കേട്? ആ കൊച്ചിനെ എൻ്റെ കൂടെ തള്ളിവിടാൻ നല്ല ഇതായിരുന്നല്ലോ. ഓ, ആവശ്യം വരുമ്പോൾ മാത്രം നമ്മൾ വേണം അല്ലേ? അവൾ തിരിഞ്ഞു നിന്ന് കൈകെട്ടി. കൊള്ളാലോ, അവളെ ഒന്ന് വീട്ടിലാക്കിയ ഞാൻ നിന്നോട് മിണ്ടുമെന്ന് നീ അങ്ങ് വിചാരിച്ചോ? ഞാൻ പിന്നെ എന്നതാടി ചെയ്യണ്ടേ? പറ്റിപ്പോയി. അതിന് നിന്റെ കാലേ വീഴണോ? പറ. അവൻ കുനിയാൻ തുടങ്ങുന്ന കണ്ടവൾ പടിക്കെട്ട് ഓടിക്കയറി. നാടകം കളിക്കാൻ പോയി വേറെ ആളിനെ നോക്ക ആൻറ്റോ. ഇടി, കാര്യം പറയുമ്പോൾ നീ പിന്നെ മറ്റേ വർത്താനം പറയണ. അവൻ പിന്നാലെ ഓടിക്കയറി അധികാരത്തോടെ കൈപിടിച്ച് അവളെ വലിച്ചു. നീ വന്നേ, വീട്ടിൽ പോവാം. മീര അനങ്ങിയില്ല. അതേ നിൽപ്പിൽ അവനെ അറപ്പോടെ നോക്കി. ആൻറ്റോ ഷടേന്ന് കൈവിട്ടു. നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മനസ്സിലാക്കാൻ നിനക്കത്ര ബുദ്ധിമുട്ടെന്താ? പുച്ഛത്തിൽ അവളുടെ ചുണ്ട് കോണി. പറയും പോലെ ഒന്നും മനസ്സിലാക്കി ശീലം നിനക്ക് പണ്ടേ ഇല്ലല്ലോ. മനസ്സിലാക്കി ശീലമില്ല, സ്നേഹം കാണിച്ച ശീലമില്ല. ശീലമൊക്കെ ബാക്കിയുള്ളവരെ കുത്താനല്ലേ, കുത്തി നോവിക്കാൻ. അവന് ക്ഷമ നശിച്ചിരുന്നു. അതേടി, എനിക്ക് കുത്താനേ അറിയൂ. നീ ഒരു കാര്യം ചെയ്യ്, പോയി അവൻ്റെ കൂടെ എല്ലാം പറ. അതെങ്കിലും ചെയ്യേ. മീര തുറപ്പിച്ചു നോക്കി. കണ്ണുരുട്ടണ്ട, ഞാൻ കാര്യമായിട്ടാ. അങ്ങനെങ്കിലും ഇതിനൊരു തീരുമാനമാവട്ടെ. ചെല്ല്. അവൻ അവളെ തോളിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളി. പോയി പറയടി. നിനക്ക് ഭ്രാന്താണ് ആൻറ്റോ. എൻ്റെ മാമൻ്റെ ഇടയിൽ നീ വന്ന് കയറിയ പോലെ നിന്റെ എൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഇനി അവനെയും കൂടി വലിച്ചിഴിക്കണോ? അതൊന്നും എനിക്കറിയണ്ട. ഇതെനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ. ഒന്നുകിൽ നീ മിണ്ടിത്തൊല, അല്ലെങ്കിൽ അവനോട് പറ. രണ്ടിനും എനിക്കിപ്പം മനസ്സില്ല. അല്ലേ തന്നെ ഞാൻ എന്തിനാ അവനോട് പറയുന്നേ? അത്ര പൊള്ളുന്നുണ്ടൽ പോയി നീ തന്നെ പറയടാ. നിന്റെ ഫ്രണ്ടല്ലേ അവൻ. നിനക്ക് എല്ലാറ്റിനേക്കാളും അവനല്ലേ വലുത്. അപ്പൊ നീ തന്നെ പോയി പറ. ചെല്ല്. മീര അവന്റെ തോളിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളി. എന്തേ, ധൈര്യമില്ല അല്ലേ? ഉടനെ കേട്ടു ബെല്ലടി. ആൻറ്റോ ഭയത്തോടെ നിൽക്കുന്നത് കണ്ടവൾ ചിരിച്ചു. ഇവിടെ നിന്ന് കറങ്ങാതെ വേഗം ക്ലാസ്സിലേക്ക് പോകാൻ നോക്ക്. ഞങ്ങൾക്കടുത്തവർ നന്ദന. അവൻ ഇതുവഴിയാ വരാ. പറഞ്ഞു തീർത്തവൾ ക്ലാസ്സിലേക്ക് ഓടിപ്പോയിരുന്നു. മാത്സ് നോട്ട്ബുക്ക് തുറന്ന് മീര അശ്വതിയുടെ അടുത്ത് കയറിയിരുന്നു. നിനക്കിന്ന് തലവേദന ഇല്ലേടി? ഒഷീൻ സംശയത്തോടെ പറഞ്ഞതും നന്ദൻ ക്ലാസ്സിലേക്ക് കയറിയതും ഒന്നിച്ചായിരുന്നു. അവള് പറഞ്ഞ് കേൾക്കാത്ത പോലെ മീരയും ക്ലാസ്സിനൊപ്പം എണീറ്റു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ക്ലാസ് മുഴുവൻ ഓടി നടക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണ്. അവസാനം അത് ഫസ്റ്റ് ബെഞ്ചിൽ വന്ന് നിന്നു. ലോലമായി ചിരിച്ചവൻ ചോക്കെടുത്ത് ബോർഡിലേക്ക് നടന്നു. ഒരു പ്രോബ്ലം ചെയ്യാൻ ഇട്ടുകൊടുത്ത് തലചൊറിയും ഭാവത്തിൽ ഇടം കണ്ണിട്ട് അവളെ നോക്കി. അത്രയും നേരം അവനെ നോക്കിയിരുന്ന മീര നന്ദൻ നോക്കുന്ന കണ്ടതും ബുക്കിലേക്ക് കൺതിരിച്ചു. മനസ്സിലാവി പോലെ നന്ദൻ അടക്കി ചിരിച്ചു. ലങ്ങേരനാഥനടി നിന്ന് നിന്നെ വാറ്റുന്നേ? ആര്?
ഒഷീൻ പറഞ്ഞു കേട്ട് മീര അമ്പരപ്പോടെ നോക്കി. നോക്കുമ്പോൾ അവൾ പുറത്തു നോക്കിയാണ് പറയുന്നത്. അവിടെ ഒരു ബൈക്കിൽ ചാരി നിൽക്കുന്നു ആൻഡോ. ലവൻ ഗിരിരാജനാട്ടാ. ഒഷീൻ അവളെ തിരികെ മുഴപ്പിക്കാൻ തുടങ്ങിയിരുന്നു. മീര കൈ തലയിൽ വെച്ച് നന്ദൻ കാണാതെ അവനോട് പോകാൻ ആംഗ്യം കാണിച്ചു. എന്നാൽ ആൻഡോ ക്ലാസ്സിന് നേർക്ക് നടന്നു വരികയാണ് ചെയ്തത്. ഓടി വാതിൽക്കൽ വന്നവൻ ഉറക്കെ വിളിച്ചു, സാർ. സാറോ എന്ന ഭാവത്തിൽ നന്ദൻ അവനെ നോക്കി. എന്താടാ? ഈ മീരയെ ഒന്ന് ഇറക്കി വിടോ. കേട്ടപാടെ നന്ദന്റെ മുഖം ചുളിഞ്ഞ് കണ്ണുകൾ മീരയെ തേടി. അവൾ അടിമുടി ഞെട്ടിയിട്ടുണ്ട്. എന്റെ അയലോക്കമാ, ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? ഒന്നും മനസ്സിലാകാതെ നന്ദൻ മീരയെ നോക്കി നിന്നു. തനിക്ക് പോണോ? ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരാം. ആൻഡോയെ തുറപ്പിച്ചു നോക്കി പറഞ്ഞവൾ ബുക്കിലേക്ക് ശ്രദ്ധ തിരിച്ചു. നന്ദനെ നോക്കാനുള്ള ധൈര്യമില്ല. നിറഞ്ഞ ആശ്വാസത്തോടെ ആൻഡോ പുറത്തേക്ക് നടന്നുപോയതിന്റെ അർത്ഥം നന്ദനും പിടികിട്ടിയിരുന്നില്ല. അവൻ തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായതും അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. മീര മുഖം കൈകൊണ്ട് മറച്ച് ബുക്കിൽ കണ്ണു നട്ടു. ബെല്ലടിച്ചതോടെ നന്ദൻ ബോർഡ് മായ്ച്ചു. പുറത്തിറങ്ങും മുന്നേ അവളെ ഒരു വട്ടം കൂടി നോക്കി. അപ്പോഴും അവൾ നോക്കുന്നില്ല. സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ ചിന്തകൾ അവനെ ചുഴറ്റിയടിച്ചുകൊണ്ടിരുന്നു. ആൻഡോയ്ക്ക് എന്താ അവളോട് പറയാനുള്ളത്? അല്ലെങ്കിൽ തന്നെ അവനെന്ത് പറയാൻ? അവനെപ്പോഴും താനില്ലാത്ത സമയം നോക്കി അവളെ ചൊറിഞ്ഞല്ലേ ശീലം. അതിനൊക്കെ അവൾ കരയുന്നതല്ലേ താൻ കണ്ടിട്ടുള്ളൂ, അതും തൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തുന്ന അവൻ അന്നത്തെ ഇഷ്യൂവിലും അവളെ കുറ്റപ്പെടുത്തി കാണില്ലേ? അതിനെപ്പറ്റി എന്താ അവൾ ഒരിക്കൽ പോലും തന്നോട് പറയാത്തെ? ഇൻഫാക്റ്റ് ആൻഡോയുടെ പേര് ഒരിക്കൽ പോലും അവൾ പരാമർശിച്ചിട്ടില്ല. അതിനർത്ഥം അവനൊന്നും ചെയ്തില്ല എന്നാണോ? ആൻഡോ അങ്ങനെ ചെയ്യാതിരിക്കോ? അതും ആൻഡോ. മിസ് എന്തൊക്കെയാണോ എന്ന് പറഞ്ഞേ? തൻ്റെ ചോദ്യത്തിന് അവൾ ആദ്യം ഒഴിഞ്ഞു മാറുകയായിരുന്നില്ലേ? വീണ്ടും ചോദിച്ചപ്പോൾ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും ഞാനവനെ തേച്ചുവെന്നും വീട്ടിലറിയാം. മിസ് പറഞ്ഞു എന്നല്ല, വീട്ടിൽ അറിയാമെന്ന്. റിലേഷൻഷിപ്പിൻ്റെ കാര്യം മിസ് ക്ലാസ്സിൽ വെച്ച് തന്നെ അറിഞ്ഞതല്ലേ? താൻ പാടുമ്പോൾ തന്നെ തങ്ങളെല്ലാവരും ഉച്ചത്തിൽ കളിയാക്കിയതാണ്. തേച്ചു എന്ന് പറയാൻ അവളും താനും സംസാരിച്ചത് മിസ് കേട്ടിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ബ്രേക്കപ്പ് ആയെന്നറിഞ്ഞ പിന്നെ മിസ് എന്തിന് വീട്ടുകാരോട് പറയണം? ആ മിസ് ആരെങ്കിലും വിളിച്ചിരുന്നോ? നന്ദൻ ഗാഠമായി ഓർത്തു. ഇല്ല, താൻ കേട്ടതാണത്. അവർ ആരെയും പുറത്തുപോയി വിളിച്ചിട്ടില്ല. വിളിച്ചെങ്കിൽ കൂടി പറയേണ്ടത് റിലേഷൻഷിപ്പിലാണെന്നോ തേച്ചു എന്നോ അല്ല, 4th ഫ്ലോറിൽ വെച്ച് കണ്ടതാണ്. മിസ് തന്നെയാണ് പറഞ്ഞതെന്ന് മീരയും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. മിസ് അല്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞു? ആർക്കാ തേച്ചു എന്ന് പറയാനും മാത്രം ദണ്ണം? കണ്ണിൽ തീയോടെ ജ്വലിക്കുന്നുണ്ടായിരുന്നു നന്ദൻ. ആൻഡോ എൻ്റെയല്ല, നിന്റെ ലോക്കൽ ഗാർഡിയനാ. എപ്പോൾ നോക്കിയാലും ഒരു നന്ദൻ നന്ദൻ നന്ദൻ. അവൾ തന്നോട് പറയാതെ പറഞ്ഞിരുന്നില്ലേ? വെറുതെ അല്ല, അവൻ ചിലപ്പോഴൊക്കെ മനുഷ്യനാണെന്നും ചിലപ്പോഴൊക്കെ കാണ്ടാമൃഗമാണെന്നും എനിക്ക് തോന്നിയേ. എപ്പോഴാ കാണ്ടാമൃഗമായിട്ട് തോന്നിയേ? വിട് നന്ദ, പറഞ്ഞിട്ടെന്തിനാ? വിടാൻ അവൻ ആകുമായിരുന്നില്ല. വർഷങ്ങളോളം അവളുടെ ജീവിതം ഇരുളിലായതിൽ അവനും പങ്കുണ്ടെങ്കിൽ വിടാൻ അവൻ ഒരുക്കമായിരുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്തിന് എന്തു തന്നെ ആയാലും. കയ്യിലിരുന്ന മാച്ച് ടെക്സ്റ്റ് സ്റ്റാഫ് റൂമിലെ മേശപ്പുറത്ത് വലിച്ചെറിയപ്പെട്ടു. മറ്റ് സ്റ്റാഫുകൾ ഞെട്ടിത്തെറിച്ചു നോക്കി. അപ്പോഴേക്കും നന്ദൻ്റെ കാലുകൾ വേഗത്തിൽ നടന്നു തുടങ്ങിയിരുന്നു. അതേ വേഗത്തിൽ ഷർട്ട് സ്ലീവുകൾ അവൻ മുട്ടറ്റം വലിച്ചു കയറ്റി. ഇൻഷർട്ട് ചെയ്ത ഷർട്ട് പുറത്തു ചാടി. അരിശത്തോടെ ഷർട്ടിന്റെ മുന്നിലത്തെ ബട്ടൺ വലിച്ചു തുറക്കാനുള്ള ശ്രമത്തിൽ 2 ബട്ടൺസും പൊട്ടി തറയിൽ തെറിച്ചു വീണു. ലക്ഷ്യം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്. ലിഫ്റ്റ് വീണ്ടും വീണ്ടും പ്രസ് ചെയ്ത് വരാൻ വൈകുന്നത് അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു കൊണ്ടിരുന്നു. ക്ഷമ നശിച്ച് പടിക്കെട്ടുകൾ ചാടിക്കയറി നന്ദൻ മുകളിലേക്ക് കുതിച്ചു പാഞ്ഞു. MSc ഫിസിക്സ് ഫൈനൽ ഇയർ ക്ലാസ്. സൂര്യപ്രകാശം മറച്ചുകൊണ്ടാണ് വാതിൽക്കൽ നന്ദൻ പ്രത്യക്ഷപ്പെട്ടത്. ക്ലാസ് മുഴുവൻ കണ്ണോടിച്ച് ഭ്രാന്തമായ കണ്ണുകളോടെ. അളിയ ഇവിടെ. അവസാന ബെഞ്ചിൽ നിന്ന് ആൻഡോ അവനെ കണ്ടിരുന്നു. ബാക്ക് ബെഞ്ച് കഴിഞ്ഞുള്ള ഒഴിഞ്ഞയിടത്തിൽ സ്പോർട്സ് സാധനങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് തന്നെ ആൻഡോ നടന്നു. പെട്ടെന്ന് കാലിൽ തടഞ്ഞ ക്രിക്കറ്റ് ബാറ്റ് കുനിഞ്ഞെടുത്ത് അവൻ നന്ദന് നേരെ വീശിയെറിഞ്ഞ് ചിരിച്ചു. അത് ഇടത് കൈയാൽ പിടിച്ചെടുക്കുമ്പോഴും നന്ദൻ എരിയുന്ന കണ്ണുകളോടെ തന്നെ നോക്കി. എന്തിനാ ആൻഡോ? പറ, നിന്റെ ഭാഗം കൂടി കേട്ടിട്ട് ഞാൻ തുടങ്ങാം. ആൻഡോ വിളറി ചിരിച്ചു. എനിക്കൊന്നും പറയാനില്ല അളിയ, നീ തുടങ്ങിക്കോ. ഒക്കെ അറിയാണ്ട് പറ്റിപ്പോയ. മുഴുമിക്ക് മുന്നേ ആഞ്ഞൊരു കരം ഇടത് കവിളിൽ പതിച്ചവൻ നിലത്ത് വീണ് കവിൾ പൊത്തിപ്പിടിച്ചു. ഹോ, ഇച്ചിരി മയത്തിലിടാ. കുട്ടികൾ അപ്പോഴേക്കും ചുറ്റും കൂടിയിരുന്നു. ബാറ്റ് നീണ്ടതും അവർക്ക് നേരെയാണ്. ഏവനെങ്കിലും ഇടയ്ക്ക് കയറിയാൽ. ഇങ്ങേരിവിടുത്തെ സാറല്ലേ? പെൺകുട്ടികൾ ഭയത്തോടെ പിന്നിലേക്ക് മാറുമ്പോൾ ആൺകുട്ടികൾ ആൻഡോയെ നോക്കിയാണ് ചെയ്തത്. ആൻഡോ അവരെ നോക്കി ഇളിച്ച് എണീറ്റ് കൈകുത്തിയിരുന്നു. ഫ്രണ്ടാടെ ആയിരുന്നു, ഇനിയല്ല. പൊടുന്നനെ ആൻഡോയുടെ ചിരി മാഞ്ഞു. അളിയ പറ്റിപ്പോയതാടാ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനൊക്കെ വാരിക്കൂട്ടി കത്തിച്ചതാ. കേട്ടപാടെ ഇടത് കൈയിലെ ബാറ്റ് കാറ്റിൽ പറക്കുകയായിരുന്നു. ആൻഡോ നിലത്തേക്ക് മറിഞ്ഞ് വലത് കൈമുട്ട് പൊതിഞ്ഞു പിടിച്ചു. ആഹ്, നീയാണോടാ കത്തിച്ചേ? തുളുമ്പുന്ന കണ്ണോടെയാണ് നന്ദൻ അവനെ കോളറിൽ വലിച്ചെടുത്തത്. എങ്ങനെ ചെയ്യാൻ തോന്നിയടാ? ഞാനില്ലെങ്കിലും കൂടെ നീ കാണണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ആൻഡോ? എന്നിട്ടും പറ്റിപ്പോയളിയാ.
അവൻ വീണ്ടും ചിരിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും നന്ദന്റെ സമനിലയാകെ തെറ്റിയിരുന്നു. ഇടത് കൈയിലെ ബാറ്റ് വലത് കൈയിലേക്ക് ചാടി. അതേസമയം മീര കുറേ നേരമായി ഡെസ്കിൽ കമിഴ്ന്നു കിടക്കുന്ന കണ്ട് കാര്യം ചോദിക്കുകയായിരുന്നു അർജുൻ. അപ്പോഴാണ് വെപ്രാളത്തിൽ ആൽഫി ക്ലാസ്സിലേക്ക് ഓടിക്കയറുന്നത്. അർജുൻ, ഓടി വാടാ, പൊളപ്പനടി ഫിസിക്സിൽ. മീര ഞെട്ടി കണ്ണു തുറന്നു. ഇവന്മാരിക്ക് വേറെ പണിയൊന്നുമില്ലേടേ, ബോറ്. പിള്ളേരല്ലടാ മൈ, നന്ദൻ സാർ അവിടെ ഒരുത്തനെ ഇട്ട് പെരുക്കുവാ. അങ്ങേരിക്കും വട്ടായ. അർജുൻ പറഞ്ഞ് തീർക്കും മുന്നേ ഇറങ്ങി ഓടിയിരുന്നു മീര. നീ എങ്ങോട്ടാടി ഡീ? അവളുടെ പിറകെ ഓടി ഫിസിക്സ് ബ്ലോക്കിലെത്തി അർജുൻ ലിഫ്റ്റ് പ്രസ് ചെയ്തു. എന്നാൽ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലാതെ മീര നേരെ പടിക്കെട്ടുകൾ ഓടിക്കയറാൻ തുടങ്ങി. മീരേ നിക്കടി, അടിയുടെ ഇടയ്ക്ക് വിളിച്ചിട്ട് നിൽക്കാത്ത കണ്ട് അവനും പിന്നാലെ ഓടി. അവർ വരുമ്പോൾ കൂട്ടം കൂടി കാഴ്ച കാണുകയാണ് ക്ലാസ്. അടിമുടി വിറയ്ക്കുന്നുണ്ടായിരുന്നു മീര. താൻ കാരണമല്ലേ എല്ലാം. കുട്ടികളെ അവൾ വകഞ്ഞു മാറ്റാൻ നോക്കുന്ന കണ്ട് അർജുൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. എങ്ങോട്ടാടി തള്ളിക്കേറണേ? എന്റേന്ന് മേടിക്കണ്ടേൽ കൈയെടുക്കടാ. ദേഷ്യം കണ്ടവൻ ഉടനെ കൈയെടുത്തു. ഒച്ച കേട്ട് മുന്നിൽ നിന്ന് ഒരുത്തനും തിരിഞ്ഞു നോക്കി. മര്യാദയ്ക്ക് അടങ്ങി നിന്ന് കാണടി, അങ്ങേരവിടെ ബാറ്റ് വെച്ചേക്കണതേ നമ്മുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കാനാ. അങ്ങോട്ട് മാറടാ. മീര അവനെ പിടിച്ചു തള്ളി എത്തി നോക്കുമ്പോൾ കാണുന്നത് ആൻറ്റോയുടെ കൈ പിന്നിൽ തിരിച്ചു പിടിച്ച് അവൻ്റെ മുഖം ചുമരിൽ അമർത്തി വെച്ചേക്കുന്ന നന്ദനെയാണ്. മുടിയിഴകൾ മുഖത്തേക്ക് വീണ് ഷർട്ട് പാതി തുറന്ന് ഒരു ഭ്രാന്തനെ പോലെ. എന്തെങ്കിലും കടുങ്കൈ ചെയ്യാൻ തോന്നിയിരുന്നെങ്കിലോടാ. തീർക്കേണ്ടതല്ലേ ആൻറ്റോ ഞാൻ നിന്നെ. വേദന കൊണ്ട് പുളയുന്നുണ്ട് ആൻറ്റോ. നീ കൊല്ലളിയാ, കൊല്ല്. അറപ്പോടെ ആൻറ്റോയുടെ പിടിവിട്ട് നന്ദൻ പിന്നിലേക്ക് നടക്കുകയാണ്. ഒന്ന് നോക്ക പോലും ചെയ്യാതെ അവൻ്റെ ഇടത് കൈ ചുമരിൽ ചാരിയിരിക്കുന്ന ബാറ്റിൽ തൊടുന്നത് മീര വിറയലോടെ കണ്ടു. കൈപ്പിടുങ്ങിയിൽ ഒതുങ്ങിയ ബാറ്റ് സകല ശക്തിയിൽ അവൻ പിന്നിലേക്ക് ആഞ്ഞ്. തൊട്ടുപോകരുത് അവനെ. പെട്ടെന്നാണ് അവൾ ആൻറ്റോയ്ക്ക് മുന്നിലേക്ക് ചാടിയത്. വീശിയ ബാറ്റ് വായുവിൽ നിലച്ചു നിന്നിരുന്നു. മിഴിച്ചു നന്ദനും. ഇവക്ക് ഭ്രാന്താണോ? കുട്ടികൾ മുറുമുറുത്തു. ദേഷ്യം കെട്ടടങ്ങാൻ തുടങ്ങുന്നത് നന്ദൻ അറിഞ്ഞിരുന്നു. എന്നിട്ടും വിട്ടുകൊടുക്കാൻ മനസ്സ് വരുന്നില്ല. മാറ് പ്ലീസ്, മാറടി അങ്ങോട്ട്. ആൻറ്റോ അവളുടെ കാലെ പിടിച്ച് ഉന്തിയതും ആൻറ്റോ എന്ന് വിളിച്ച് നന്ദൻ കാലുകൊണ്ട് അവനെ തുടരെ തുടരെ തൊഴിക്കുന്നുണ്ടായിരുന്നു. വയർ മുറുകെ പിടിച്ച് ആൻറ്റോ കൂനിക്കുറുകി ഇരിക്കും വരെ. അതിനിടയിൽ അർജുനും ഒഷീനും മീരെ പിന്നിലേക്ക് വലിച്ചു മാറ്റി. പ്രാന്തായടി പെണ്ണെ നിനക്ക്, വിടടാ എന്നെ. രണ്ടു കൈയും ശക്തിയോടെ കുതറിയെറിഞ്ഞാണ് വീണ്ടും അവൾ ഓടിച്ചെന്നത്. വീണ്ടും ബാറ്റ് വീശിയടിക്കാൻ ഒരുങ്ങുവാണ് നന്ദൻ. ഒന്ന് നിർത്തുന്നുണ്ടോ? ആൻറ്റോയ്ക്ക് മുന്നേ നിൽക്കുന്നവൾക്ക് മുന്നിൽ നിസ്സഹായനായിരുന്നു നന്ദൻ. ഒടുവിൽ ബാറ്റ് നിലം കുത്തി. തോറ്റ പോലെ അവൻ ചുമരിൽ ചാരി തറയിലിരുന്നു. തൊട്ടപ്പുറം മീരയുടെ കാൽക്കൽ ഞരങ്ങുന്നുണ്ട് ആൻറ്റോ. ആൻറ്റോ എടാ. പെട്ടെന്നവൾ നിലത്തിരുന്ന് അവനെ പൊതിഞ്ഞു പിടിക്കുക കൂടി ചെയ്തതും ആൻറ്റോ അവളുടെ തോളിൽ വീണ് കരയാൻ തുടങ്ങിയിരുന്നു. ശരീരത്തിൻ്റെ വേദന കൊണ്ടല്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾ തനിക്ക് വേണ്ടി നന്ദനെതിരെ നിൽക്കുന്നത് കണ്ട്. സോറി ഡി, സോറി, ഞാൻ സോറി. പോട്ടെ. മീരയുടെ കണ്ണും നനഞ്ഞിരുന്നു. ദേഷ്യത്തോടെ ബാറ്റിൽ കൈയൂന്നിയിരുന്ന് നന്ദൻ അവരെ കിതപ്പോടെ നോക്കുന്നുണ്ടായിരുന്നു. എന്താ നടക്കുന്നതെന്ന് പിടികിട്ടാതെ അന്താളിച്ച് നിൽക്കുന്ന സ്റ്റുഡൻസിന്റെ നടുവിലൂടെയാണ് റീന മാമിന്റെ വരവ്. റീന മിസ്സിന്റെ റൂം. സ്റ്റുഡൻസിൽ ആരോ ഷൂട്ട് ചെയ്ത വീഡിയോ കണ്ട് വിറച്ചാണ് റീന മിസ് നിന്നത്. സ്റ്റുഡൻസ് പ്രശ്നം ഉണ്ടാക്കിയാൽ മനസ്സിലാക്കാം. താൻ ഇവിടുത്തെ സ്റ്റാഫല്ലേ നന്ദൻ? ഒരു ക്ലാസ്സിൽ കയറി സ്റ്റുഡൻറ്റിനെ അടിക്കാനും മാത്രം താൻ ആരാടോ? എൻ്റെ ഫ്രണ്ടാ മിസ്. അവരുടെ മേശയ്ക്ക് ഓപ്പോസിറ്റുള്ള കസേരയിൽ തളർന്നിരിക്കുകയാണ് ആൻറ്റോ. ഫ്രണ്ടൊക്കെ പണ്ട്. പിന്നിൽ നിൽപ്പുണ്ട് നന്ദൻ. ദ്രുതഗതിയിലായ ശ്വാസത്തെ ശമിപ്പിക്കാൻ ശ്രമിച്ച്. നിങ്ങൾക്ക് തല്ലുണ്ടാക്കാനുള്ള ഇടമല്ല കോളേജ്. എന്നെ ആരും തല്ലിയിട്ടില്ല. തല്ലിയത് തന്നെയാ. ആരും ഇടയ്ക്ക് കയറിയില്ലായിരുന്നെങ്കിൽ ഇനിയും കിട്ടിയേനെ. സ്റ്റോപ്പ് ഇറ്റ്. റീന രണ്ടുപേരെയും കണ്ണുരുട്ടി. നോട്ടം നന്ദന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മീരയിലായി. താൻ എങ്ങനെയാടോ ഇതിൻ്റെ ഇടയിൽ വന്നേ? മീര സ്ഥലകാല ബോധമില്ലാതെ നോക്കി. ആ കുട്ടിയുടെ നെയ്ബറാ, അതുകൊണ്ട് പിടിച്ചു മാറ്റാൻ നോക്കിയതാ. മിസ് മീരയെ പറഞ്ഞു വിട്ടേക്ക്. ആക്ഷൻ എനിക്കല്ലേ, അപ്പോൾ എന്നെ മാത്രം വിസ്തരിച്ചാൽ മതിയല്ലോ. എന്നാൽ താൻ തന്നെ ഇനി ആക്ഷൻ കൂടി തീരുമാനിക്കും നന്ദൻ. അതിന് എനിക്ക് പരാതി ഇല്ലല്ലോ മിസ്സേ. കയ്യിൽ വീഡിയോ ഇരിക്കുമ്പോൾ മിസ്സിന് എന്തിനാ പരാതി? ആക്ഷൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് വിട് മിസ്സേ. റീന മിസ് ആകെ വട്ട് പിടിച്ചു നിന്നു. എപ്പോഴും ശാന്തമായി കണ്ടിട്ടുള്ള സ്റ്റാഫാണ് നന്ദൻ, കുട്ടികൾക്കും പ്രിയപ്പെട്ടവൻ. എന്നിട്ടിപ്പോൾ മീര, താൻ ക്ലാസ്സിലേക്ക് ചെല്ല്. ആൻറ്റോ. അവൾ മനഃപൂർവ്വം നന്ദനെ നോക്കിയില്ല. അവനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം, താൻ ചെല്ല്. നന്ദനും അവളെ നോക്കാതെ ശാന്തമായി പറഞ്ഞു. ഓഹോ, ഇത്രയും ചെയ്തിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും താനാണോ? മിസ് കൊണ്ടുപോവോ പിന്നെ? റീനയ്ക്ക് മൊത്തത്തിൽ തലപ്രാന്തെടുത്തു. കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും പറയാമായിരുന്നു. ഇതിപ്പോൾ സ്റ്റാഫ് ഒരുത്തൻ കാണിക്കുന്നതിന് താനും കൂടിയല്ലേ മറുപടി പറയണ്ടേ? മീര ക്ലാസ്സിലേക്ക് ചെല്ല്. ആൻറ്റോയെ മാത്രം നോക്കിയവൾ പുറത്തിറങ്ങി വാതിലടച്ചതും ഒഷീനും അർജുനും അവളെ വളഞ്ഞിട്ട് ക്രൂശിക്കാൻ തുടങ്ങിയിരുന്നു.
റീന കൈകെട്ടി അതേ നിൽപ്പാണ്. നന്ദൻ്റെ അമ്മയുടെ സർജറി അല്ലേ അടുത്ത ആഴ്ച? അവൻ പതിയെ ശാന്തമാകാൻ തുടങ്ങിയിരുന്നു. തൻ്റെ 2 ആഴ്ച ലീവ് ഞാൻ റിജക്റ്റ് ചെയ്ത് 1 മാസം സസ്പെൻഷൻ ആക്കുക. ബാക്കി ഞാൻ മാത്യു സാറിനോട് സംസാരിച്ചോളാം. തന്നെ ഇവിടെ പെർമനൻ്റ് ആക്കണമെന്ന് മാത്യു സാറിനൊരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. അക്കാര്യം എനിക്കിപ്പോൾ സംശയമാണ്. അതിനെനിക്ക് പരാതി ഇല്ലല്ലോ മിസ്സേ. മിസ് എന്ത് വേണോ ചെയ്തോ. നന്ദൻ കൂസലില്ലാതെ നിന്നു. കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് അവർക്കറിയാമായിരുന്നു. കൂടുതലൊന്നും ഇല്ലെന്ന് മനസ്സിലായി അവൻ ആൻറ്റോയെ നോക്കി. എണീക്ക്. ഇടത് കൈകൊണ്ട് കസേരയിൽ പിടിച്ച് ആൻറ്റോ എണീറ്റ് നിന്നു. ശരീരമാസകലം വേദനിക്കുന്നുണ്ട്. കൂടുതലും വലത് കൈമുട്ടാണ്. ചുവടുറച്ചു നിന്ന് മെല്ലെ കാല് വെച്ചവൻ നടക്കാൻ തുടങ്ങിയതും ക്ഷമയില്ലാതെ നന്ദൻ അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു. ഡാ പതുക്കെ. കിടന്ന് അഭിനയിക്കല്ലേ, അതിന് മാത്രമൊന്നും ഞാൻ തന്നിട്ടില്ല. കോളറിൽ ആൻറ്റോയെ വലിച്ചുകൊണ്ട് നന്ദൻ വേഗത്തിൽ ഇറങ്ങിപ്പോകുന്നത് അന്താളിപ്പോടെ നോക്കി നിന്ന് റീന മാത്യു സാറിനെ ഡയൽ ചെയ്തു.